Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമുക്ക് എയർ ഫ്രയറിൽ വളരെ ഈസി ആയിട്ട് പരിപ്പ് കറിയും അതുപോലെ തന്നെ മുരിങ്ങക്കാ തോരനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ചെറിയൊരു രീതിക്ക് നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കിംഗ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ പരിപ്പ് കറി വെക്കാനായിട്ട് ഞാൻ പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 6 മണിക്കൂറോളം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുതിർത്തെടുക്കാത്ത പരിപ്പാണെങ്കിൽ നമ്മൾ കുക്കിംഗ് ടൈം കൂടുതലായിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും കുതിർത്തെടുത്തിട്ട് തന്നെ വേണം നമ്മളിതുണ്ടാക്കി ഇതിൽ വെക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ഞാൻ 180 ഡിഗ്രിയിൽ എയർ ഫ്രയർ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുതിർത്തെടുത്തതുകൊണ്ട് നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും. 30-40 മിനിറ്റെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടി വരും. കണ്ടോ, നന്നായിട്ട് നമ്മൾ പരിപ്പൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിലേക്ക് ഞാൻ തക്കാളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചതും പിന്നെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ഇതൊന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈം ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ തന്നെ. അപ്പോഴത്തേക്കും നമുക്കിതൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതാ സ്റ്റൗ ടോപ്പിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ കറി വെക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് വേവിച്ച് നമുക്ക് കറി എളുപ്പത്തിൽ എയർ ഫ്രയറിൽ വെക്കുന്ന ആ ഒരു വിധം കാണിക്കാനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒരു 10 സെക്കൻഡോളെ ആവുള്ളൂ കേട്ടോ ഗ്യാസിൻ്റെ ഉപയോഗം നമുക്ക്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരു സംഭവമില്ലേ അതായിരിക്കും പരിപ്പ്, അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ പരിപ്പ് കറി വെക്കാൻ തേങ്ങ ചേർക്കുന്നത് അതുപോലെ അരച്ചെടുത്താൽ മതി. ഇനി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഒന്നും കൂടി അതിലേക്ക് നല്ല തിക്കായിട്ടിരിക്കും അതൊന്ന് ലൂസാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കടുകൊക്കെ വറുത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപ്പ് കറി. എളുപ്പമല്ലേ, ഗ്യാസും അത്രമാത്രം ചിലവാവില്ല, എന്നാലോ നല്ല ടേസ്റ്റുമാണ്, കുക്കിംഗ് ടൈമും കുറവാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഉണ്ടാക്കിയെടുക്കുന്നത് മുരിങ്ങാക്ക വെച്ചിട്ടൊരു തോരനാണേ. അപ്പോൾ മുരിങ്ങക്കായുടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ സിലിക്കൻ്റെ ട്രേയിലേക്ക് മുരിങ്ങക്ക തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം അതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്ക ആയതുകൊണ്ട് ഒരുപാടൊന്നും വേവിച്ചെടുക്കണ്ട. അപ്പം ഞാനിത് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 8 മിനിറ്റാണ് 180 ഡിഗ്രിയിൽ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് വേവിച്ച് എടുക്കാനായിട്ട്. പിന്നെ ഒരുപാടൊന്നും മുരിങ്ങക്ക വേവുന്നത് അത്ര നല്ലതുമല്ല ടേസ്റ്റും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 8 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പിന്നെ ഒരുപാട് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ 10-12 മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ മുരിങ്ങക്ക വെന്ത് വന്നിട്ടുണ്ട്. 8 മിനിറ്റിന് ശേഷം ഉണ്ടല്ലോ ഞാനിതൊന്ന് തുറന്നിട്ട് അതിലേക്ക് ഞാൻ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ഒരു വെള്ളം ഉണ്ട് അതിൽ, ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതിനെ ഒരു 2 മിനിറ്റ് ഈ ഉള്ളിയിൽ ഒന്ന് കിടന്നൊന്ന് വേവാനും വേണ്ടി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. 180 ഡിഗ്രിയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വേവിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഒരു 10-12 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ ഉള്ളിയൊക്കെ അതെ നന്നായിട്ട് വെന്ത് മുരിങ്ങക്കായൽ പിടിച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ അതെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങയൊന്നും ചേർക്കാതെയാണ് മുരിങ്ങക്കായയുടെ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ, സൂപ്പർ ടേസ്റ്റാണ്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും വറ്റൽ മുളകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ റോസ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്ക ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക.
ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ച് വരാനും വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങാക്ക തോരനാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.